കേരളത്തിലെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന വിഷയമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ക്ഷേമ പദ്ധതികൾക്കായുള്ള അപേക്ഷാ മാനദണ്ഡങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായവർ, ഭിന്നശേഷിക്കാർ, വിധവകൾ എന്നിവർക്കുള്ള പെൻഷൻ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനാൽ നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ ഇതിന് യോഗ്യരാണെങ്കിൽ ഈ പെൻഷനുകൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിക്കാൻ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കുമൊക്കെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. നിലവിൽ മാസം തോറും 1600 രൂപ നിരക്കിലാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. വാർദ്ധക്യ പെൻഷന് അപേക്ഷകൻ 60 വയസ്സ് മുതൽ മുകളിൽ പ്രായമുള്ളവരായിരിക്കണം. പെൻഷൻ അപേക്ഷിക്കുന്ന ഭിന്നശേഷിക്കാർ നിർദ്ദിഷ്ട വൈകല്യ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ വിധവകൾക്ക് വിധവ എന്ന നിയമപരമായ അർഹത കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനാവശ്യമായ രേഖകൾ ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് കരുതേണ്ടതാണ്. വാർദ്ധക്യ പെൻഷന് പ്രായം തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് അനുബന്ധ രേഖകൾ, വികലാംഗ പെൻഷനുള്ള വികലാംഗ സർട്ടിഫിക്കറ്റ്, വിധവാ പെൻഷനുള്ള പങ്കാളിയുടെ മരണ സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ അപേക്ഷിക്കുന്ന പെൻഷനെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട രേഖകൾക്കൊപ്പം ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി പോലെയുള്ള തിരിച്ചറിയൽ രേഖകൾ, അതോടൊപ്പം തന്നെ വരുമാനം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും പൊതുവെ ആവശ്യമായി വരുന്നതാണ്. 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ പെൻഷനുകൾക്കുള്ള അപേക്ഷാ പ്രക്രിയ വളരെ ലളിതമാണ്. ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക പഞ്ചായത്ത് ഓഫീസോ സന്ദർശിച്ചാൽ ആവശ്യമായ വിവരങ്ങളും ഫോമുകളും ഓൺലൈനായോ ഓഫീസ് വഴിയോ ലഭിക്കുന്നതാണ്. നിങ്ങൾ അപേക്ഷിക്കുന്ന നിർദ്ദിഷ്ട പെൻഷനുള്ള അപേക്ഷാ ഫോം ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും നൽകി ഫോം കൃത്യമായി പൂരിപ്പിക്കുക. നിങ്ങളുടെ വിവരങ്ങൾ 2 തവണയെങ്കിലും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്യുക. വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് രേഖകൾ നിർണായകമാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിനാൽ തന്നെ അവ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അവസാനമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം രേഖകൾക്കൊപ്പം സമർപ്പിക്കുക. ഇത് സാധാരണയായി പഞ്ചായത്ത് ഓഫീസിലോ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത്. ഓൺലൈൻ പോർട്ടലിൽ ചെയ്യുന്നവർ ആദ്യം സേവനയുടെ വെബ്സൈറ്റിൽ ഒരു ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സേവന പെൻഷൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് ഓപ്പണായി വരുന്ന സൈറ്റിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യുവാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇഷ്ടമുള്ള പാസ്വേഡ് അത് 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ ഐ ഡി. ഈ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതാണ്. ഓൺലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ കേരളത്തിലെ വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വിധവകൾ എന്നിവർക്കുള്ള ക്ഷേമ പെൻഷനുകൾക്കായി അപേക്ഷിക്കുന്നതിനുള്ള പാതയിലേക്ക് നിങ്ങൾ സജ്ജരാകുന്നതാണ്. വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് നൽകുകയും കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലോ ഇതിനെക്കുറിച്ച് കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിലോ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.